മെമ്മറി അലോക്കേഷൻ പോയിന്റിനകത്ത് വരുന്ന അടുത്തൊരു ടോപ്പിക്കാണ് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്. മെമ്മറി അലോക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ആവശ്യമുള്ള നമ്മുടെ പ്രോഗ്രാമിനകത്ത് നമ്മൾ റൺ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന എല്ലാ വേരിയബിൾസിനും കറസ്പോണ്ടിങ് ആയിട്ട് മെമ്മറിക്കകത്ത് സ്പേസ് അലോട്ട് ചെയ്യുന്നതിനാണ് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു വേരിയബിൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വേരിയബിൾ ഏത് ഡാറ്റ ടൈപ്പ് ആണെന്ന് നോക്കി ആ ഡാറ്റ ടൈപ്പിന് എത്ര സൈസ് അല്ലെങ്കിൽ എത്ര ബൈറ്റ്സ് വേണം അത് സ്റ്റോർ ചെയ്യാനുള്ളത് കൺസിഡർ ചെയ്തിട്ട് മെമ്മറിക്കകത്ത് അത്രയും സ്പേസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് പ്രോഗ്രാമിൽ കംപ്ലീറ്റ് ആ ഒരു വാല്യൂ തന്നെയായിരിക്കും. അത് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ ഒന്നും പോകുന്നില്ല. അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് മെമ്മറി അലോക്കേഷൻസ് ആണ് പഠിക്കാനുള്ളത്: സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ആൻഡ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത് അത് പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെയായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അലോക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ചെയ്യുന്നത്. നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അത് അതിനാവശ്യമുള്ള മെമ്മറി സ്പേസ് മെമ്മറിക്കകത്ത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഇനി വേറൊരു മെത്തേഡാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ, അതായത് റൺ ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഡൈനാമിക് അലോക്കേഷൻ നടക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് ഓപ്പറേറ്റേഴ്സ് ആണ് ന്യൂ ആൻഡ് ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റേഴ്സ്. മെമ്മറി അലോക്കേഷന് വേണ്ടി, ഡൈനാമിക് അലോക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ന്യൂ എന്ന് പറയുന്നത്. മെമ്മറി ഡി അലോക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡൈനാമിക് ഓപ്പറേറ്ററിന്റെ പേരാണ് ഡിലീറ്റ് എന്ന് പറയുന്നത്. അലോക്കേഷന് വേണ്ടിയിട്ട് ന്യൂ, ഡിലീഷന് വേണ്ടിയിട്ട് ഡിലീറ്റ്. ഇനി നോക്കാം എങ്ങനെയാണ് ന്യൂ വർക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം. ന്യൂ എന്ന് പറയുന്നത് ഒരു യൂണറി ഓപ്പറേറ്റർ ആണ്. അതിൻ്റെ ഒപ്പം ഒരു ഓപ്പറൻറ്റ് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ഓപ്പറൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റ ടൈപ്പ് ആയിരിക്കും. അത് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്പ് ആയിരിക്കും. ഏത് ടൈപ്പ് വേണം നമ്മൾ പോയിന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, അതിനെ ആ ഒരു ഡാറ്റ ടൈപ്പോടെ എഴുതി കൊടുക്കുക. സിൻടാക്സ് നോക്കുക: പോയിന്റർ വേരിയബിൾ ഈക്വൽ ടു ന്യൂ ഡാറ്റ ടൈപ്പ്. പോയിന്റർ വേരിയബിൾ ഈക്വൽ ടു ന്യൂ ഡാറ്റ ടൈപ്പ് എന്നാണ് അതിൻ്റെ സിൻടാക്സ് വരുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡാറ്റ ടൈപ്പ് ഉണ്ടല്ലോ, ആ ഡാറ്റ ടൈപ്പിന് എത്രയാണോ സ്പേസ് ആവശ്യമുള്ളത് അത് മെമ്മറിക്കകത്ത് അലോക്കേറ്റ് ചെയ്യും. അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് എന്തിലോട്ട് സെൻഡ് ചെയ്യും, റിട്ടേൺ ചെയ്യും. പോയിന്റർ വേരിയബിൾ അതോട്ട് സേവ് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡാറ്റ ടൈപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എത്രയാണോ ബൈറ്റ് വേണ്ടത് അത്രയും ബൈറ്റ് മെമ്മറിക്കകത്ത് അലോക്കേറ്റ് ചെയ്യും. ദെൻ അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് നമുക്ക് തിരിച്ച് റിട്ടേൺ കിട്ടും. അതെന്തിനകത്ത് സേവ് ചെയ്ത് വെക്കും, നമ്മുടെ പോയിന്റർ വേരിയബിളിനകത്ത് സേവ് ചെയ്ത് വെക്കും. അപ്പോൾ എന്തായി, ആ പോയിന്റർ വേരിയബിൾ ആ ഒരു ലൊക്കേഷനെ പോയിന്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇൻറ്റ് സ്റ്റാർ PTR1. ഇൻറ്റ് സ്റ്റാർ PTR1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PTR1 ഇൻറ്റ് ഡാറ്റ ടൈപ്പിനെ പോയിന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പോയിന്റർ വേരിയബിൾ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യും. ഫ്ലോട്ട് സ്റ്റാർ PTR2. PTR2 എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് ഡാറ്റേനെ പോയിന്റ് ചെയ്യാനുള്ള ഒരു വേരിയബിൾ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തു. സ്ട്രക്ട് സ്റ്റുഡൻറ് സ്റ്റാർ PTR3. PTR3 എന്ന് പറയുന്നത് സ്റ്റുഡൻറ് എന്ന് പറയുന്ന സ്ട്രക്ചറിനെ പോയിന്റ് ചെയ്യാനുള്ള ഒരു പോയിന്റർ വേരിയബിൾ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇനി നോക്കാം. PTR1 ഈക്വൽ ടു ന്യൂ ഇൻറ്റ്. PTR1 നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻറ്റ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ്, അതായത് 4 ബൈറ്റാണ് ഇൻറ്റിന് വേണ്ടത്. അപ്പോൾ അത് മെമ്മറിക്കകത്ത് അലോക്കേറ്റ് ചെയ്തു. അവരുടെ ബേസ് അഡ്രസ്സ്, അതായത് സ്റ്റാർട്ടിങ് അഡ്രസ്സ് എന്ത് ചെയ്യാണ്, PTR1 സേവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അസ്യൂം ചെയ്യുക നമ്മൾ 1001 എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് അത് അലോക്കേറ്റ് ആയെന്നുള്ളത് അസ്യൂം ചെയ്യുക. അപ്പോൾ PTR1 ഇപ്പോൾ എന്ത് സേവ് ആയി, 1001 എന്ന് പറയുന്ന അഡ്രസ്സ് സേവ് ആയി. അപ്പോൾ PTR1 ഇതിനെ പോയിന്റ് ചെയ്യാണ്, 1001 പോയിന്റ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. PTR2 ഈക്വൽ ടു ന്യൂ ഫ്ലോട്ട്. ഫ്ലോട്ടിംഗ് ഡാറ്റനെ ഹോൾഡ് ചെയ്യാനുള്ള മെമ്മറി ലൊക്കേഷൻ മെമ്മറിക്കകത്ത് അലോക്കേറ്റ് ആയി. അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് എങ്ങോട്ട് കിട്ടി, PTR2 സേവ് ആയി. അപ്പോൾ അത് നമുക്ക് അസ്യൂം ചെയ്യാം 1010 എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് അത് വന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് ചെയ്തു, PTR2 1010 പോയിന്റ് ചെയ്യാനായിട്ടുള്ള ഒരു പോയിന്റർ വേരിയബിൾ ആയിട്ട് മാറി. ഇനി PTR3 ഈക്വൽ ടു ന്യൂ സ്റ്റുഡൻറ്. സ്റ്റുഡൻറ് എന്ന് പറയുന്ന സ്ട്രക്ചറിന് ആവശ്യമുള്ള മെമ്മറി സൈസ് അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻസ് നമ്മൾ എന്തിനകത്ത് അലോക്കേറ്റ് ചെയ്തു, മെമ്മറിക്കകത്ത് അലോക്കേറ്റ് ചെയ്തു. അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് എങ്ങോട്ട് സെൻഡ് ചെയ്തു, PTR3 സേവ് ചെയ്തു. അപ്പോൾ PTR3 എന്തിനെ പോയിന്റ് ചെയ്യാണ്,
സ്ട്രക്ചറിൻ്റെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ലൊക്കേഷൻ 1200 പോയിന്റ് ചെയ്യാനായിട്ട് എന്ത് യൂസ് ചെയ്തു, ptr3 നമ്മൾ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായി ന്യൂ ഇൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ന്യൂ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ന്യൂ സ്റ്റുഡൻ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് എത്രയാണോ മെമ്മറി ആവശ്യമുള്ളത്, എത്ര മെമ്മറിയാണ് ആവശ്യമുള്ളത് അത് അവിടെ അലോക്കേറ്റ് ചെയ്യും മെമ്മറിക്കകത്ത് പോയിട്ട്. അവിടെ നിന്ന് അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് തിരിച്ച് എങ്ങോട്ട് സെൻഡ് ചെയ്തു, തിരിച്ച് നമ്മുടെ പോയിന്റർ വേരിയബിളിനകത്തോട്ട് സേവ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ന്യൂ ഓപ്പറേറ്ററിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇനീഷ്യലൈസേഷൻ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഈ ഡിക്ലെയറിൻ്റെ ഒപ്പം തന്നെ, അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്യുന്ന ഡൈനാമിക് അലോക്കേഷൻ നടക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു ഇനീഷ്യൽ വാല്യൂ ഇതിലോട്ട് ആ ലൊക്കേഷനിലോട്ട് അസൈൻ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒരു സിൻടാക്സ് ആണ് പോയിന്റർ വേരിയബിൾ ഈക്വൽ ടു ന്യൂ സ്പേസ് ഡാറ്റ ടൈപ്പ് പരാൻതസിസിനകത്ത് വാല്യൂ. പോയിന്റർ വേരിയബിൾ ഈക്വൽ ടു ന്യൂ സ്പേസ് നമ്മൾ നേരത്തെ കൊടുത്ത ഡാറ്റ ടൈപ്പ് ബ്രാക്കറ്റിനകത്ത് വാല്യൂ കൊടുക്കുക, സെമിക്കോളൻ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ഇനീഷ്യലൈസേഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ptr1 ഈക്വൽ ടു ന്യൂ ഇൻറ്റ് 5. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു ptr1ലേക്ക് ഇൻറ്റിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് നമുക്ക് അലോക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്, ആ ലൊക്കേഷൻ നമുക്ക് ptr1ലോട്ട് സേവ് ചെയ്യാണ്. അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യാണ്, ഇപ്പോൾ 1001 നമ്മുടെ ലൊക്കേഷൻ എങ്കിൽ 1001 എന്ത് സേവ് ചെയ്യാണ്, 5 എന്നുള്ള വാല്യൂ സേവ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനീഷ്യലൈസേഷനും കൂടി ഓപ്പൺ ചെയ്യാണ്. 5 എന്നുള്ള വാല്യൂ നമ്മൾ എന്തിനു കൊടുക്കണം, ന്യൂ ഇൻറ്റ് ബ്രാക്കറ്റിൽ 5 ആയിട്ട് കൊടുക്കുക. ഇനി ptr2 ഈക്വൽ ടു ന്യൂ ഫ്ലോട്ട് 3.14. നേരത്തെ പോലെ തന്നെ ഫ്ലോട്ട് ടൈപ്പാണ്, അത് നമ്മൾ മെമ്മറിക്കകത്ത് അലോക്കേറ്റ് ചെയ്തു. അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ptr2ലോട്ട് വന്നു. അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യാണ്, ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു 1010 നമ്മൾ റിട്ടേൺ വന്ന അഡ്രസ്സ് എന്ന് വിചാരിക്കാം. 1010 തൊട്ടുള്ള ലൊക്കേഷനിൽ നമ്മൾ എന്ത് ചെയ്തു 3.14 എന്നുള്ളത് സേവ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ptr3 നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ സ്ട്രക്ചറിനെ പോയിന്റ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഈ സ്ട്രക്ചറിലെ ഡാറ്റ നമുക്ക് എടുക്കാനോ അല്ലെങ്കിൽ അതിലോട്ട് ഇനീഷ്യലൈസ് ചെയ്യാനോ ഒന്നും നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ആണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡോട്ട് ഓപ്പറേറ്റർ വെച്ച് ആക്സസ് ചെയ്തിട്ട് വേണം അതിൻ്റെ ഡാറ്റാസ് എൻ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള ഇനീഷ്യലൈസേഷൻ ഇതുപോലെയുള്ള, അതായത് സ്ട്രക്ചർ പോലെയുള്ള ഡാറ്റ ടൈപ്പിൽ നമുക്ക് പോസിബിൾ അല്ല. ഓക്കെ, ഇനി എങ്ങനെയാണ് ഡിലീറ്റ് ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഡിലീറ്റ് എന്ന് പറയുന്നത് യൂണറി ഓപ്പറേറ്റർ ആണ്, അത് ഡി അലോക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡിലീറ്റ് നമ്മുടെ പോയിന്റർ വേരിയബിൾ നെയിം, അങ്ങനെയാണ് അതിൻ്റെ സിൻടാക്സ് വരുന്നത്. അപ്പോൾ നമ്മളൊരു ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്റർ വെച്ച് ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, മെമ്മറീനെ അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂഷൻ കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, മെമ്മറീനെ ഫ്രീ ആക്കി കൊടുക്കണം, അതിനെ ഡി അലോക്കേറ്റ് ചെയ്യണം. ഡി അലോക്കേറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ മെമ്മറി നമുക്ക് പിന്നെ വേറൊരു ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. അത് ഓൾറെഡി അലോക്കേറ്റഡ് ആയിട്ടാണ് കാണിക്കുക. നമുക്ക് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്റർ വെച്ച് നമ്മൾ ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തിരിക്കണം, ആ പ്രോഗ്രാമിൻ്റെ എൻഡിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഡിലീറ്റ് എന്ന് പറയുന്ന ഡി അലോക്കേഷൻ ഓപ്പറേറ്റർ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആ മെമ്മറീനെ ഫ്രീ ആക്കി കൊടുക്കണം, ആ മെമ്മറീനെ റിലീസ് ചെയ്യണം. ഓക്കെ, അപ്പം അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ. സിൻടാക്സ് പറഞ്ഞു ഡിലീറ്റ് പോയിന്റർ വേരിയബിൾ എന്നാണ് അതിൻ്റെ സിൻടാക്സ് വരുന്നത്. അപ്പോൾ ഡിലീറ്റ് സ്പേസ് ptr1 ഡിലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ കറസ്പോണ്ടിങ് അലോക്കേഷൻ ആ മെമ്മറീനെ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിലീറ്റ് ptr1 കൊടുത്തു കഴിഞ്ഞാൽ ആ ptr1 പോയിന്റ് ചെയ്തിരിക്കുന്ന 1001 തൊട്ടുള്ള ആ ഒരു ഇൻറ്റ് ആണെങ്കിൽ 4 ബൈറ്റ് ഫ്രീ ആക്കി വിടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം സ്റ്റാറ്റിക് അലോക്കേഷൻ അതുപോലെ ഡൈനാമിക് അലോക്കേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റാറ്റിക് അലോക്കേഷൻ ഡൈനാമിക് അലോക്കേഷൻ തമ്മിലുള്ള കമ്പാരിസൺ. അപ്പോൾ സ്റ്റാറ്റിക് അലോക്കേഷൻ ഞാൻ പറഞ്ഞു എന്താണ്, എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന്, പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നാണ് സ്റ്റാറ്റിക് അലോക്കേഷൻ നടക്കുന്നത്. ഡൈനാമിക് അലോക്കേഷൻ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ്റെ ഒപ്പമാണ് നടക്കുന്നത്. നമുക്ക് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് ഒന്നും സ്റ്റാറ്റിക് അലോക്കേഷന് ആവശ്യമില്ല, പക്ഷേ ഡൈനാമിക് അലോക്കേഷന് ന്യൂ ഓപ്പറേറ്റർ ഒന്നും ആവശ്യമുണ്ട്. ഇനി പോയിന്റേഴ്സ് ഒന്നും നമുക്ക് ആവശ്യമില്ല സ്റ്റാറ്റിക് അലോക്കേഷന്, പക്ഷേ ഡൈനാമിക് അലോക്കേഷൻ നമുക്ക് എന്ത് വേണം, പോയിന്റർ ആവശ്യമുണ്ട്. കാരണം ലൊക്കേഷൻ നമ്മൾ സേവ് ചെയ്യുന്നത് പോയിന്ററിനകത്താണ്. ഈ ഡാറ്റ റെഫറൻസ് ചെയ്യുന്നത് വേരിയബിൾസ് വെച്ചിട്ടാണ്. നമ്മുടെ ഡൈനാമിക് അലോക്കേഷൻ്റെ കേസിൽ എങ്ങനെയാണ്, പോയിന്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റേനെ ആക്സസ് ചെയ്യുന്നത്. ഇനി പ്രത്യേകിച്ച് ഡി അലോക്കേഷന് വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് സ്റ്റാറ്റിക് അലോക്കേഷന് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്, അലോക്കേറ്റ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്.
അപ്പോൾ പ്രോഗ്രാമിൻ്റെ എൻഡിൽ അത് ആവശ്യം കഴിഞ്ഞു എന്ന് OSന് അറിയാം. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ് അതിനെ ഡീഅലോക്കേഷനും ചെയ്യുന്നത്. പക്ഷേ ഡൈനാമിക് അലോക്കേഷനിൽ ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നമ്മൾ തന്നെ യൂസർ അല്ലെങ്കിൽ പ്രോഗ്രാമർ തന്നെ അതിനെ ഡീഅലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡൈനാമിക് അലോക്കേഷനും സ്റ്റാറ്റിക് അലോക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വെക്കണം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിലുള്ള ടോപ്പിക്കാണ് മെമ്മറി ലീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ന്യൂ ഓപ്പറേറ്റർ വെച്ചിട്ട് ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആ മെമ്മറീനെ ഫ്രീ ആക്കി അല്ലെങ്കിൽ റിലീസ് ചെയ്ത് കൊടുക്കണം. കൊടുത്തില്ലെങ്കിലത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോഗ്രാം ഓരോ പ്രാവശ്യം റൺ ചെയ്യുമ്പോഴും വേറെ ലൊക്കേഷൻസിൽ ഇത് ഇപ്പോൾ ഡിലീറ്റ് കൊടുത്തില്ലെങ്കിൽ വേറെ ഇപ്പോൾ ഇൻ്റ് ആണെങ്കിൽ 4 ബൈറ്റ് ആയിട്ട് വേറെ മെമ്മറി അലോക്കേഷൻസ് നടന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യില്ല, ഓരോ പ്രാവശ്യം പ്രോഗ്രാം റൺ ചെയ്യുമ്പോഴും അത്രയും ബൈറ്റ് നമ്മൾ എന്തിന് യൂസ് ചെയ്യാണ്, ഈ പ്രോഗ്രാമിന് വേണ്ടി യൂസ് ചെയ്യാണ്. അത് നമ്മൾ ഒരിക്കലും ഫ്രീ ആക്കുന്നില്ല. പിന്നെ ഒരു പ്രാവശ്യം റൺ ചെയ്യുമ്പോൾ നമുക്ക് മെമ്മറി എക്സ്പോസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ വെച്ചിട്ട് നമ്മൾ ഡീഅലോക്കേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ മെമ്മറി ലീക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ മെമ്മറി കഴിഞ്ഞു പോകണേ അല്ലെങ്കിൽ മെമ്മറി കുറഞ്ഞു പോകണേനെയാണ് നമ്മൾ മെമ്മറി ലീക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉണ്ടാവാനുള്ള റീസൺസ് ആണ്, ഒന്ന് നമ്മൾ ഡിലീറ്റ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ മറക്കുക. ഡൈനാമിക്കലി അലോക്കേറ്റഡ് ആയിട്ടുള്ളതിനെ നമ്മൾ മെമ്മറി റിലീസ് ചെയ്യാനായിട്ട് ഡിലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് മറന്നു പോകാം. അല്ലെങ്കിൽ നമ്മൾ ഡിലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ലോജിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴിമാറി കൺട്രോൾ മാറിപ്പോയിട്ട് ആ ഡിലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എക്സിക്യൂട്ട് ആവാണ്ട് ഇരിക്കാം. ചില കേസുകളിൽ അങ്ങനെയും വരാം. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ മെമ്മറി ലീക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി അലോക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി ലൊക്കേഷൻസ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ഡാറ്റനെ പോയിന്റ് ചെയ്യുന്ന വേരിയബിളിലോട്ട് തന്നെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്, ഡാറ്റ കൊടുക്കുകയാണ്. അപ്പം അങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് വരാം, മെമ്മറി ലീക്ക് വരാം. ഓൾറെഡി യൂസ് ചെയ്യുന്ന പോയിന്റർ വേരിയബിളിലോട്ട് തന്നെ നമ്മൾ വേറൊരു ലൊക്കേഷനും കൂടി പോയിന്റ് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ ആദ്യം പോയിന്റ് ചെയ്ത സ്ഥലം അവിടെ വേക്കൻ്റ്. അപ്പോൾ നമുക്ക് അവിടെയും മെമ്മറി ലീക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മെമ്മറി ലീക്ക് എന്ന് പറയുന്നത് ഡൈനാമിക് മെമ്മറി അലോക്കേഷനിൽ മാത്രമേ വരുള്ളൂ. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനിൽ മെമ്മറി ലീക്ക് ഉണ്ടാവില്ല. ഡൈനാമിക്കിൽ മാത്രമേ മെമ്മറി ലീക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്താണ് മെമ്മറി അലോക്കേഷൻ, 2 ടൈപ്പ് മെമ്മറി അലോക്കേഷൻ പഠിച്ചു. അതിനകത്ത് അലോക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്റർ. ഡി അലോക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ. ദെൻ ന്യൂ വെച്ച് നമ്മൾ അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിലീറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡി അലോക്കേറ്റ് മെമ്മറിനെ ഫ്രീ ആക്കി കൊടുക്കണം. എന്നാൽ അത് നമ്മളുടെ കമ്പാരിസൺ കണ്ടു, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ മെമ്മറി ലീക്ക് അതിൻ്റെ റീസൺസ്, എന്തൊക്കെ റീസൺസ് കൊണ്ട് അത് ഉണ്ടാവാം എന്നുള്ളത് റീസൺസ് പഠിച്ചു വയ്ക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. താങ്ക് യു.